മൂന്ന് ലോക രാജ്യങ്ങളെ വിറപ്പിച്ചുകൊണ്ട് ഉത്തര കൊറിയയിലെ ഏകാധിപതിയായിട്ടുള്ള കിം ജോങ് ഉൻ പണി തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇപ്പോൾ കിം ജോങ് ഉൻ ഒരു സൂപ്പർ ഡിസ്ട്രോയർ യുദ്ധക്കപ്പൽ കടലിലേക്ക് വിന്യസിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മിക്ക രാജ്യങ്ങളും ആധുനിക ഡ്രോണുകളും AI സംവിധാനവും സൈബർ യുദ്ധ സംവിധാനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഉത്തര കൊറിയയുടെ ഏകാധിപതി കിം ജോങ് ഉൻ ഒരു പരമ്പരാഗതവും എന്നാൽ വളരെ അക്രമാസക്തവുമായ നാവികസേന കെട്ടിപ്പടുക്കുന്ന തിരക്കിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്തിടെ ഉത്തര കൊറിയയുടെ പുതിയ ഡിസ്ട്രോയർ കാൻകോണിന്റെ ഡെക്കിൽ നിന്നും കിം ജോങ് ഉൻ നേരിട്ട് ക്രൂയിസ് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയത് ലോക രാജ്യങ്ങൾക്കുള്ളിൽ വലിയ രീതിയിൽ ആശങ്ക പടർത്തിയിട്ടുണ്ട്. പ്യോങ്യാങ് അതിന്റെ സമുദ്ര ആക്രമണ ശേഷിയെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് കിം ജോങ് ഉൻ നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാൻകോൺ എന്ന നശീകരണ കപ്പലിന്റെ വിക്ഷേപണം ഉത്തര കൊറിയൻ നാവികസേനയുടെ ഒരു സൈനിക പരീക്ഷണം മാത്രമായി നമുക്ക് കാണാനായി ഒരു വലിയ വിജയം കൂടിയായി ഇതിനെ നമ്മൾ വിലയിരുത്തണം. കഴിഞ്ഞ വർഷം വിക്ഷേപണ ചടങ്ങിനിടെ ഗുരുതരമായ സാങ്കേതിക തകരാർ സംഭവിച്ച് തുറമുഖത്ത് ഭാഗികമായി മറിഞ്ഞ അതേ യുദ്ധക്കപ്പലാണ് ഇപ്പോൾ നവീകരിച്ച് നീറ്റിലിറക്കിയിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കിം ജോങ് ഉൻ അതൃപ്തി പ്രകടിപ്പിക്കുകയും ഉദ്യോഗസ്ഥരെ അന്ന് കഠിനമായി ശാസിക്കുകയും ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. റെക്കോർഡ് സമയത്തിനുള്ളിൽ അത് നന്നാക്കി അത് വീണ്ടും വിക്ഷേപിച്ചു എന്നുള്ളതാണ് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നത്. അടുത്ത 2 മാസത്തിനുള്ളിൽ കപ്പൽ യുദ്ധത്തിന് പൂർണ്ണമായും സജ്ജമായിരിക്കും എന്നാണ് കിം ജോങ് ഉൻ ഇപ്പോൾ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. കിമ്മിന്റെ പഞ്ചവത്സര പദ്ധതിയും ഈ ഭീമൻ കപ്പലും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. 1-2 കപ്പലുകൾ കൊണ്ട് തൃപ്തനാകാൻ കിം പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അദ്ദേഹത്തിന്റെ നാവിക പദ്ധതികൾ വളരെ ആക്രമണാത്മകവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതുമാണ്. അടുത്ത 5 വർഷത്തേക്ക് എല്ലാ വർഷവും ഈ പരമ്പരയിലെ, അതായത് ചോ ഹ്യോങ് ക്ലാസ് എന്നിങ്ങനെയുള്ള ഈ പരമ്പരയിലെ 2 പുതിയ ഡിസ്ട്രോയറുകൾ നിർമ്മിക്കാനും കിം ജോങ് ഉൻ ഇപ്പോൾ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. 10,000 ടൺ ക്ലാസ് സൂപ്പർ ലാർജ് യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണവും ഉത്തര കൊറിയയുടെ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. തങ്ങളുടെ നാവികസേനയെ ആണവായുധങ്ങൾ കൊണ്ട് സജ്ജീകരിക്കുന്നതിലൂടെ ഉത്തര കൊറിയ അതിവേഗം നീങ്ങുകയാണ്. അടുത്തിടെ പരീക്ഷിച്ച ക്രൂയിസ് മിസൈലുകൾക്ക് ആണവ പേലോഡുകൾ വഹിക്കാൻ കഴിവുണ്ട് എന്നും പറയപ്പെടുന്നു. ഇത് ദക്ഷിണ കൊറിയ, ജപ്പാൻ, US എന്നിവിടങ്ങളിലെ നാവിക താവളങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.